മലയാള സാഹിത്യത്തിൽ അത്രയൊന്നും അടയാളപ്പെടുത്തിയിട്ടുള്ളതല്ല കടൽ മനുഷ്യരും അവരുടെ ജീവിതവും. കണ്ടുപഴകിയ വാർപ്പ് മാതൃകകൾ ഒന്നുമല്ലാത്ത ഒരു നവീനമായ വായനാനുഭവമാണ് സുഹറ കൂട്ടായിയുടെ ആയപ്പാട് എന്ന നോവൽ തരുന്നത്. 2012 പ്രഭാത് ഖൗസിന്റെ നോവൽ മത്സരത്തിൽ പ്രഥമ സമ്മാനം നേടിയ കൃതിയാണിത്. മലയാള സാഹിത്യ ലോകത്ത്, പ്രത്യേകിച്ചും കടൽ സാഹിത്യത്തെക്കുറിച്ചുള്ള ഗൂഗിൾ തിരയലുകളിൽ പോലും ഇത് കടന്നു വരുന്നില്ല എന്നത് ഒരു അത്ഭുതമാണ്. കടൽ ശ്വസിച്ചു ജീവിക്കുന്നവരും കടൽ കണ്ടുപോകുന്നവരും കടലോര ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത് വ്യത്യസ്തമായാണ്. മലപ്പുറം ജില്ലയിലെ ഒരു തീരപ്രദേശ ഗ്രാമമാണ് കൂട്ടായി. ആ കൂട്ടായിയുടെ ഇതിഹാസം എന്ന് തന്നെ വേണമെങ്കിൽ ആയപ്പാടിനെ പറയാം. അവിടുത്തെ മനുഷ്യരുടെ, അവരുടെ രീതികളുടെ, മനസ്സുകളുടെ, പ്രകൃതിയുടെ, നാട്ടുഭാഷാ വഴക്കങ്ങളുടെ, പ്രതിരോധത്തിന്റെ ഒക്കെ ഒരു അടയാളപ്പെടുത്തലാണ് ആയപ്പാട്. കടൽ കരുത്തിൽ കര ആർത്തുല്ലസിച്ചു. കറുത്ത ആകാശത്ത് കടൽ സൂര്യൻ ഗംഭീരനായി നിതാന്ത മൗനിയായി തിരയിളക്കം കണ്ട് പടി കയറി വന്നു. തിരകൾക്കുമേൽ വെണ്ണൂരപ്പുറ്റുകൾ ഉയരം കൊയ്തു. തെങ്ങിൻ തലപ്പുകൾ കാറ്റിന്റെ കൈകളിലൂടെ പരസ്പരം തൊട്ടു. മിഥുനത്തിലെ ഞാറ്റുവേല. കടൽ കുടിലുകളിൽ പട്ടിണിയുടെ പടയണി. ഇങ്ങനെയാണ് നോവൽ തുടങ്ങുന്നത്. നോവലറ്റിലെ വരികളുടെ കാൽപ്പനികത അതിന്റെ രാഷ്ട്രീയത്തെ ഒട്ടും തന്നെ കുറയ്ക്കുന്നില്ല. കൂട്ടായിയുടെ ജനതയുടെ ദേശചരിത്രം പോലെ, ജീവചരിത്രം പോലെ വികസിക്കുന്ന നോവൽ അവസാനത്തിൽ പൂർണ്ണമായും അതിന്റെ രാഷ്ട്രീയ സ്വഭാവം ആർജിക്കുന്നു. അവിടെ ഭാഷ തന്നെ മാറുന്നുണ്ട്. പട്ടിണി മുറ്റുന്ന മിഥുനം കർക്കിടകങ്ങളിൽ ജാരം തുറന്ന് പ്രാർത്ഥിച്ച ചാകര നേടുന്ന നിഗൂഢ ചരിത്രം സൂക്ഷിക്കുന്ന മണൽത്തരികളും, വിശ്വാസങ്ങൾക്കും ഉയരത്തിൽ പറക്കുന്ന കമാൽ എന്ന ചരിത്ര വിദ്യാർത്ഥിയും, വൈദവ്യത്തിന്റെ അതിരിട്ട് ഉള്ളിലെ അൻപിനെ ഒളിപ്പിച്ച് സൂക്ഷിക്കുന്ന കൺമേനിയും, പത്തിരി പൊങ്ങി വരുമ്പോഴേക്കും ഓരോ കൂട്ടായിക്കാരികളുടെയും നെറ്റി വിയർക്കണമെന്ന എഴുതപ്പെടാത്ത നിയമവും, സാന്തിശോഭ പരത്തുന്ന മീൻകറിയും ഒക്കെ ഇവിടെയുണ്ട്. പിന്നെയും ഒത്തിരി ഒത്തിരി മനുഷ്യരുടെ കഥകൾ. സ്വർണം കൈമറിഞ്ഞുകൊണ്ടിരിക്കുന്ന കല്യാണങ്ങൾ, രാത്രികടലിന്റെ ചുറ്റും കൂടുന്ന പെണ്ണുങ്ങൾ, കൂട്ടായിൽ അടയാളപ്പെട്ടുപോയ എഴുത്തമ്മ, അങ്ങാടിക്കാരുടെയും കടപ്പുറംകാരുടെയും ഇടയിലെ അദൃശ്യമായ ഇരുമ്പുമറയെ ഭേദിക്കുന്ന തനൂജയും കമാലും, അവനവന്റെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുമ്പോൾ, സ്വന്തം ആവാസ വ്യവസ്ഥയിൽ തന്നെ വധിക്കപ്പെടുമ്പോൾ നിസ്സഹായരാവുന്ന മനുഷ്യരുടെ പ്രതിരോധം. ആയപ്പാടിലെ മനുഷ്യരും ജീവിതവും ഇന്നോളം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളവരല്ല. അതുകൊണ്ട് തന്നെ ഇത് തരുന്ന ഒരു വായനാനുഭവം എന്നത് വളരെ പുതുതായ ഒന്നാണ്. ആയപ്പാടിന് അവതാരിക എഴുതിയിരിക്കുന്നത് സി രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, വള്ളുവനാടിന് ഇല്ലാതെ പോയതൊരു തുറമുഖമാണ്, വെട്ടത്തുനാടിന് ഇല്ലാതിരുന്നത് മലപ്രദേശവും. ഈ രണ്ട് പോരായ്മകളും ഇല്ലായിരുന്നെങ്കിൽ ഉത്തര കേരളത്തിന്റെ ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു. എഴുത്തിലും ഇതുതന്നെയാണ് സംഗതികളുടെ കിടപ്പ്. ഉറച്ചു നിൽക്കാൻ അനുഭവങ്ങളുടെ പാറപ്രതലവും, ഹൃദയവിശാലത കൈവരാൻ കാഴ്ചപ്പാടിൽ അതിവിസ്തൃതമായ കടലും ഉണ്ടാകുക എന്നതാണ് അഭികാമ്യം. ഈ എഴുത്തുകാരിക്ക് ഇത് രണ്ടുമുണ്ട് എന്ന് ഈ ചെറുകൃതി തെളിയിക്കുന്നു. ചെറുതെന്ന് പറഞ്ഞത് ഇതിലെ പുറങ്ങളുടെ എണ്ണത്തെക്കുറിച്ചാണ്, ഇതിനകത്തെ ലോകത്തെക്കുറിച്ചല്ല. അത് വിസ്തൃതവും ആഴമേറിയതുമാണ്. ഒറ്റ വരകൾ കൊണ്ട് കോറിയിട്ട കുറെ ചലിക്കുന്ന ചിത്രങ്ങളിലൂടെ ഒരു തുറയുടെ, ഒരു കാലത്തെ മുഴുവൻ കഥയും പറയുന്നു. ഇതൊരു നോവലറ്റാണ്. അപ്പോൾ സ്വാഭാവികമായും ആദ്യം ഉയരുന്ന ചോദ്യം ആരാണ് നായകൻ, ആരാണ് നായിക എന്നതാവും. ഔപചാരികമായി ചില പേരുകൾ പറയാമെങ്കിലും ഇതിൽ യഥാർത്ഥ നായകൻ കരയും നായിക കടലുമാണ്. അവരുടെ അവിരാമം തുടരുന്ന വേഴ്ചയാണ് ഇതിവൃത്തം. ഈ വേഴ്ചയുടെ സന്തതികളാണ് ഇതിലെ മനുഷ്യരും ജീവികളുമെല്ലാം. ഇവർ കടലിലും കരയിലുമായി കഴിയുന്നു. പരസ്പരം അറിയുകയും അടികൂടുകയും സ്നേഹിക്കുകയും വെറുക്കുകയും ആശിക്കുകയും പ്രാർത്ഥിക്കുകയും സ്വപ്നങ്ങൾ കാണുകയും ചെയ്യുന്നു. മൺമറയപ്പെട്ടേക്കാവുന്ന അനേകം കടൽ മൊഴികളുടെ, കടൽ പ്രയോഗങ്ങളുടെ അടയാളം നോവലിൽ ഉടനീളം കാണാം. അങ്ങാടി മനുഷ്യരും കടൽ മനുഷ്യരും തമ്മിലുള്ള അദൃശ്യമായ മതിലിനെ തനൂജ തകർക്കുന്നത് ഇപ്രകാരമാണ്. ഫയലിൽ ഭദ്രമായി നിവർത്തിവെച്ച സർട്ടിഫിക്കറ്റുകൾ കാണിച്ച് കമാലിനോട് പറഞ്ഞു, ഇതാണ് എന്റെ സ്ത്രീധനം. സർട്ടിഫിക്കറ്റുകൾ സ്ത്രീധനമായി കൊണ്ടുവരുന്ന ലോകത്തെ ആദ്യത്തെ പെൺകുട്ടി നീയായിരിക്കട്ടെ. EMSന്റെ ഇന്ത്യൻ സ്വതന്ത്ര സമര ചരിത്രവും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സമ്പൂർണ്ണ കൃതികളും കൊടുത്തുകൊണ്ട് കമാലും പറഞ്ഞു, ഇതാണ് എന്റെ മഹർ. രണ്ടുപേരും ചിരിച്ചു.
ആ ചിരിയുടെ അരികിൽ ഉമ്മ അടുക്കളയിൽ ഇരുന്ന് പുഞ്ചിരിച്ചു. ചുറ്റുപോയ കാതിന്റെ ഓട്ടകൾ ചൊറിയുന്നു. തനി നാടൻ ശൈലിയും അതിസാന്ദ്രമായ മറ്റൊരു ഭാഷയും ഇഴുകിച്ചേരുന്ന ഒരു ഭാഷണ രീതിയാണ് നോവലിൽ. കഥയിലെ ജീവിതത്തോടുള്ള സമീപനം പ്രതീക്ഷാനിർഭരവും സ്നിഗ്ധവുമാണ്. എന്നാൽ ഈ നോവൽ ഇപ്പോൾ നിലവിൽ ലഭ്യമാണോ എന്ന് അറിയില്ല. എന്തായാലും പുനർവായിക്കേണ്ട, വീണ്ടും വീണ്ടെടുക്കേണ്ട ഒരു കൃതി തന്നെയാണിത്. പ്രഭാത് ബുക്ക് ഹൗസാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.